4 പതിറ്റാണ്ട് നീണ്ട ബൊഫോഴ്സ് കേസിന് അന്ത്യം. അവസാന ഹർജിയും സുപ്രീം കോടതി തള്ളിയതോടെയാണ് ബൊഫോഴ്സ് അഴിമതി കേസിലെ എല്ലാ നിയമ നടപടികളും പൂർണ്ണമായും അവസാനിച്ചത്. പ്രതിരോധ രംഗത്ത് വിപ്ലവകരമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ. എന്നാൽ ആ യാത്രയിലെ കറുത്ത ഏടാണ് ബൊഫോഴ്സ് അഴിമതി കേസ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശയെ തന്നെ മാറ്റിമറിച്ച സുപ്രധാന വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു 1980കളുടെ മധ്യത്തിലുണ്ടായ ബൊഫോഴ്സ് ഇടപാട്. കേവലം അഴിമതി ആരോപണം എന്നതിനപ്പുറം ഇന്ത്യയിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയ്ക്കും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്കും കാരണമായ അപൂർവ സംഭവ വികാസങ്ങൾക്കാണ് അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. 1986 അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാരാണ് സ്വീഡിഷ് കമ്പനിയായ AB ബൊഫോഴ്സിൽ നിന്ന് 155 mm ഹോവിറ്റ്സർ തോക്കുകൾ വാങ്ങാൻ 1437 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത്. എന്നാൽ കരാർ ഉറപ്പാക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്കും പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും ഇടനിലക്കാർക്കുമൊക്കെയായി കോടികളുടെ കൈക്കൂലി നൽകിയെന്ന സ്വീഡിഷ് റേഡിയോയുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വിവാദമുയർത്തി. ഇറ്റാലിയൻ വ്യവസായി ഒറ്റാവിയോ ക്വത്രോച്ചിയുടെ സാന്നിധ്യം കേസിനെ കൂടുതൽ സങ്കീർണമാക്കി. അഴിമതിരഹിത പ്രതിച്ഛായയുടെ അധികാരത്തിലേറെ രാജീവ് ഗാന്ധി സർക്കാരിന് ബൊഫോഴ്സ് വലിയ തിരിച്ചടിയായി. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന VP സിംഗിന്റെ രാജിയും തുടർന്നുണ്ടായ പ്രതിപക്ഷ ഐക്യവും 1989 കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ചൌക്കീദാർ ചോർ ഹേ എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി ശക്തി പ്രാപിച്ചതും ആ ഘട്ടത്തിലാണ്. CBI അന്വേഷണം, സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങളുടെ പരിശോധന, ദീർഘകാലം നീണ്ടുനിന്ന കോടതി നടപടികൾ എന്നിവയൊക്കെ ഉണ്ടായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് ആരോപണങ്ങൾ അന്തിമമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. തെളിവുകളുടെ അഭാവത്തിൽ ഡൽഹി ഹൈക്കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയെങ്കിലും അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ ഉപയോഗത്തെക്കുറിച്ചും കേസ് നടത്തുന്നതിലെ വീഴ്ചകളെക്കുറിച്ചും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു. കേസിന്റെ വിചാരണ നീണ്ടുപോയ വർഷങ്ങളിൽ പ്രധാന ആരോപണ വിധേയരായ ഒട്ടാവിയോ ക്വത്രോച്ചി, വിൻചത്ത, ഹിന്ദുജ സഹോദരന്മാരിൽ ചിലർ തുടങ്ങിയവരെല്ലാം മരണപ്പെട്ടു. രാഷ്ട്രീയ അഴിമതിയുടെ പ്രതീകമായി മാറിയെങ്കിലും സാങ്കേതികമായി ബൊഫോഴ്സ് തോക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന് നൽകിയ സംഭാവന നിഷേധിക്കാനാവില്ല. 1999 കാർഗിൽ യുദ്ധത്തിൽ ഉയർന്ന പ്രദേശങ്ങളിലിരുന്ന ശത്രുക്കളെ തകർത്തുകളയുന്നതിൽ ബൊഫോഴ്സ് തോക്കുകൾ നിർണായക പങ്കുവഹിച്ചു. ഇടപാടിൽ അഴിമതി ആരോപിക്കപ്പെട്ടപ്പോഴും ആയുധത്തിന്റെ ഗുണനിലവാരം യുദ്ധക്കളത്തിൽ തെളിയിക്കപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രതിരോധ ഇടപാടുകളിൽ സുതാര്യ ഉറപ്പാക്കേണ്ടതിന്റെയും ഏജന്റുമാരുടെ ഇടപെടൽ തടയേണ്ടതിന്റെയും ആവശ്യകത ഇന്ത്യയെ പഠിപ്പിച്ചത് ബൊഫോഴ്സ് കേസാണ്. ആയുധങ്ങൾ വാങ്ങുന്നതിലെ കാലതാമസവും രാഷ്ട്രീയ പഴിചാരലുകളും രാജ്യത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളെ ബാധിക്കരുത് എന്ന വലിയ പാഠം ഈ സംഭവം നൽകുന്നുണ്ട്. ബൊഫോഴ്സ് ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് അടങ്ങിയെങ്കിലും പൊതുമേഖലാ ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ഓർമ്മപ്പെടുത്തലായി ഈ കേസ് എന്നും നിലനിൽക്കും.